ഹമാസിൻ്റെ നിരായുധീകരണം സംഭവിക്കുന്ന മുറയ്ക്ക് ഇസ്രായേൽ സമ്പൂർണ്ണമായി ഈ യെല്ലോ ലൈനിൽ ഉള്ള ഇസ്രായേലി സൈനികരും ഗസയിൽ നിന്ന് പിന്മാറുക, ഒരു ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ISF എന്ന് പറയുന്ന ഒരു ഏജൻസി, ഒരു സൈനിക ദളം ഗസയിൽ കാര്യങ്ങൾ ഏറ്റെടുക്കുക, അതേപോലെ പീസ് ബോർഡ് എന്ന് പറയുന്ന ഒരു ഗവേണൻസ് കൗൺസിൽ രൂപീകരിച്ച് അവർ ഗസയുടെ ദൈനംദിന ഭരണകാര്യങ്ങൾ നടത്തുക. ഇതാണ് ഫേസ് 2 സംഭവിക്കേണ്ട കാര്യങ്ങൾ. ഇത് പക്ഷേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് ഇന്നലെ നെതന്യാഹു ട്രംപിനെ കാണാൻ വേണ്ടി ഫ്ലോറിഡയിൽ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് റിസോർട്ടിൽ വെച്ചാണ് ആ കൂടിക്കാഴ്ച നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ട്രംപ് പറഞ്ഞൊരു കാര്യം, ഈ ഡിസാർമെൻറ്റ്, നിരായുധീകരണം എന്നുള്ളത് വളരെ പെട്ടെന്ന് നടപ്പിലാക്കണം, അല്ലെങ്കിൽ അദ്ദേഹം സ്ഥിരം ഉപയോഗിക്കുന്ന വാചകം എന്താണ്, ഹെൽ വിൽ ബ്രേക്ക് ഔട്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഹമാസിനോട് പറഞ്ഞത്. പക്ഷേ അതേസമയം പലതരം ഡിസഗ്രിമെൻ്റ് ആ കാര്യത്തിൽ ഇസ്രായേലുമായി ട്രംപിനുണ്ട്, അമേരിക്കയ്ക്ക് ഉണ്ടെന്ന് കൂടെയാണ് ആ സംസാരത്തിൽ മനസ്സിലാവുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന ISF, ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ആ സൈന്യത്തിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഈജിപ്ത് ഉണ്ടാകും, ഈജിപ്ത്, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, ഇതാണ് 3 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. അതിന് കൂടെ തുർക്കിയും ഉണ്ടാകും എന്ന് തുർക്കിയും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ പറയുന്ന മറ്റ് രാജ്യങ്ങളും അതിൽ തുർക്കി ഉണ്ടാവണം എന്നുള്ള നിലപാടാണ്. അപ്പോൾ തുർക്കി ഒരു നിലക്കും തുർക്കി ബൂട്ട്സ് നെവർ ബി അലൗഡ് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. തുർക്കി സൈനികർ ഗസയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ അത് ഉണ്ടാവണമെന്ന് തുർക്കി പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ട്രംപും തുർക്കിയുടെ കാര്യത്തിൽ ഇങ്ങനെ വാശി പിടിക്കേണ്ട കേട്ടോ, നീയും എർദോഗാനോ അടിപൊളിയായിട്ട് പോകും എന്ന മട്ടിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ തുർക്കി ഇല്ലെങ്കിൽ ഞങ്ങളുമില്ല എന്നൊരു പൊസിഷൻ ഈജിപ്തും ഇന്തോനേഷ്യയും പാകിസ്ഥാനും എടുക്കുമ്പോൾ അവർ അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും അവരും ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ത്, തുർക്കി ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തർക്ക പോയിൻ്റായിട്ട് അവിടെ നിൽക്കുകയാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തുർക്കിയെ അവർ വിശ്വസിക്കുന്നില്ല. കാരണം ഹമാസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടറായിട്ടാണ് അവർ തുർക്കിയെ കാണുന്നത്. പക്ഷേ തുർക്കി ഇല്ലാതെ ഞങ്ങളങ്ങോട്ടില്ല എന്ന നിലപാട് ബാക്കി രാജ്യങ്ങൾ, ഈ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിലുള്ള ബാക്കി രാജ്യങ്ങൾ കൂടെ നിലപാട് സ്വീകരിക്കുകയും ട്രംപ് അത് പ്രഷറൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ ഹെൽപ്ലെസ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് അതൊരു എളുപ്പം പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തുർക്കിയുടെ ഫോഴ്സ് ഗസയിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഓൺ ദ ബാക്ക് യാർഡ് ഓഫ് ഇസ്രായേലിൻ്റെ മുറ്റത്ത് തുർക്കിയുടെ സൈന്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ അതേസമയം ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് രൂപീകരിക്കപ്പെടാതെ ഹമാസിനെ ഡിസാം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഡിസാർമെൻറ്റ് ഓഫ് ഹമാസ് എന്ന് പറയുന്നത്, ഞാൻ മുമ്പ് നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പറയുന്നത്, ഡിസാർമെൻറ്റ് ഹമാസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ സീസ് ഫയർ അഗ്രിമെൻറ്റിലെ ഏറ്റവും അപ്രായോഗികമായുള്ളൊരു കാര്യമായിരിക്കും. കാരണം അവരുണ്ടാക്കിയത് തന്നെ എന്തിനാണ്, ഇസ്രായേലിൻ്റെ കോളനൈസേഷൻ അവസാനിപ്പിക്കാൻ. ആംഡ് സ്ട്രഗിൾ അല്ലാതെ മറ്റൊരു വഴിയുമില്ല. സായുധമായി ഇസ്രായേലിനോട് പോരാടുകയല്ലാതെ, ആയുധത്തിൻ്റെ ഭാഷ, ശക്തിയുടെ ഭാഷയല്ലാതെ പൊളിറ്റിക്കൽ പ്രോസസ്സിൻ്റെ ഭാഷ ഇസ്രായേലിന് അറിയില്ല. അപ്പോൾ ആയുധശക്തിയിലൂടെ ഇസ്രായേലിനോട് പോരാടിക്കൊണ്ടേ അവരെ നെഗോഷിയേഷൻ ടേബിളിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു നിലപാടാണ് ഹമാസിന്. അതുകൊണ്ട് ഒരു ഡിസാംഡ് ഹമാസ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിസ്ഫങ്ക്ഡ് ഹമാസ് ആയിരിക്കും ഒരർത്ഥത്തിൽ. അത് എഗൻ അവർ ഇന്നലെയും പ്രസ്താവിച്ചിട്ട് ഡിസാമിന് നടക്കാൻ പോകുന്നില്ല എന്നുള്ളത്. ഓക്കെ, ISF വന്നതിന് ശേഷം ഡിസാമിന് നടക്കുമെന്ന് നമ്മൾ വിചാരിക്കുക. പക്ഷേ ഈ ISF എന്ന് പ്രയോഗത്തിലാകുമെന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. കാരണം ഈ പറയുന്ന രാജ്യങ്ങൾ, ഏതൊക്കെ രാജ്യങ്ങളെയാണ് ഇസ്രായേൽ അംഗീകരിക്കുന്നത്, മറ്റൊരു അംഗീകരിക്കാത്ത പ്രശ്നമുണ്ട്. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി, തുർക്കി ഒരു നിലയിലും ഉണ്ടാകാൻ പാടില്ല എന്ന കർക്കശമായ നിലപാട് ഇസ്രായേൽ സ്വീകരിക്കുമ്പോഴും അതിൻ്റെ കൂടെ ട്രംപ് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അത് വിചിത്രമായ ഒരു സംഗതിയാണ്. അത് നമ്മൾ പലവട്ടം കൂടെ ചർച്ച ചെയ്താണ്. അമേരിക്കയുടെ ഇസ്രായേൽ പോളിസിയിൽ, അല്ലെങ്കിൽ അവരുടെ മിഡിൽ ഈസ്റ്റ് പോളിസിയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റമാണ്. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തിനാണ് ഈ ഇസ്രായേലിന് വേണ്ടി അനാവശ്യമായ ഭാരങ്ങൾ ഏറ്റിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ഈ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം മുഴക്കുകയും ഇസ്രായേൽ ഫസ്റ്റ് എന്ന നിലപാട് പ്രയോഗത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഈ ഏർപ്പാട് അവസാനിപ്പിക്കണം എന്ന ചിന്ത ട്രംപിൻ്റെ തന്നെ ക്യാമ്പിൽ, റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ തന്നെ ശക്തമായി വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് അല്ലെങ്കിൽ നേരത്തൊക്കെ ആണെങ്കിൽ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതും ഒരു റിപ്പബ്ലിക്കൻ പാർട്ടി ഭരിക്കുമ്പം ഇസ്രായേൽ എന്താണോ പറഞ്ഞത് അത് അങ്ങനെ തന്നെ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ നോക്കൂ, ഇസ്രായേൽ ഏറ്റവും കർക്കശമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു കാര്യത്തിൽ പോലും തുർക്കി ഉണ്ടാവാൻ പാടില്ല ഒരു നിലക്കും എന്ന നിലപാട് നെതന്യാഹു സ്വീകരിക്കുമ്പോഴും അതിൻ്റെ കൂടെ നിൽക്കാൻ ട്രംപ് സന്നദ്ധമാവുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെൻ്റായിട്ടാണ് കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നോക്കൂ, ഇപ്പോഴും എന്താണ് നടക്കുന്നത്? നെതന്യാഹു അമേരിക്കയിലേക്ക് പറക്കുന്നു, ചർച്ച ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? നോക്കൂ, 2.5 വർഷത്തോളം ഒരു ജനതയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ലോകത്ത് സാധ്യമായ
മനുഷ്യരാശി തന്നെ വികസിപ്പിച്ച സർവായുധങ്ങളും ന്യൂക്ലിയർ ബോംബ് ഒഴികെയുള്ള സർവായുധങ്ങൾ പ്രയോഗിച്ചിട്ടും ഇപ്പോഴും ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സിലൂടെ അല്ലാതെ ഇത് പരിഹരിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ഫലസ്തീൻ എന്നുള്ളത് 75 വർഷമായി നശിപ്പിക്കാൻ ശ്രമിച്ച, സർവായുധങ്ങൾ ഉപയോഗിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ച ഒരാശയം ഇപ്പോഴും ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സബ്ജക്റ്റായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് 2021 യുദ്ധം തുടങ്ങിയ മനുഷ്യരാണ്. പക്ഷെ ഇപ്പോഴും അയാൾ അമേരിക്കയിൽ പോയിട്ട് എന്താണ് ചർച്ച ചെയ്യുന്നത്? ഹമാസിനെ എങ്ങനെ നിരായുധീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് വലിയ പഠനം മാത്രമല്ല, വേറെ ചില ഡെവലപ്മെൻറ്റുകൾ കൂടെ കാണണം. ഈ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇല്ലാത്ത പല ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സൊമാലി ലാൻഡ് എന്ന് പറയുന്ന ഒരു പ്രദേശം, സൊമാലിയയിൽ നിന്ന് വിഘടിച്ചു പോയ ഒരു പ്രദേശം, ലോകത്ത് മറ്റൊരു രാജ്യവും അംഗീകരിച്ചിട്ടില്ലാത്തൊരു പ്രദേശത്ത് ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുകയാണ്. ലോകത്ത് ആദ്യമായിട്ടൊരു രാജ്യം അംഗീകരിച്ചിരിക്കുകയാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ സൊമാലി ലാൻഡ് എന്ന് പറയുന്നത് യമൻ്റെ ഈ ചെങ്കടലിൻ്റെ ഒരു കരയിൽ യമനും മറുകരയിൽ ഈ സൊമാലിയാണ്. അപ്പോൾ അതിനിടയിൽ കൂടിയാണ് വളരെ നിർണായകമായിട്ടുള്ള ബാബുൽ മന്ദിബ് ചെങ്കടലിലേക്കുള്ള ആ സ്ട്രൈറ്റ് കടന്നു പോകുന്നത്. ഹൂത്തികൾ ഇസ്രായേൽ കപ്പലുകൾ തടയുന്ന ഇടനാഴിയാണത്. അപ്പോൾ ആ പ്രദേശത്ത് തങ്ങൾക്കൊരു മിലിറ്ററി ആക്സസ് കിട്ടും, സൊമാലി ലാൻഡിലൊരു മിലിറ്ററി ബേസ് ഉണ്ടാക്കാം, മിലിറ്ററി ആക്സസ് കിട്ടും എന്നാണ് ഇസ്രായേൽ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ആരും അംഗീകരിക്കാത്ത സൊമാലി ലാൻഡ് എന്ന് പറയുന്ന ഭൂപ്രദേശത്തെ രാജ്യമായിട്ട് ഇസ്രായേൽ അംഗീകരിക്കുന്നത്. അത് എഗൈൻ ആഫ്രിക്കൻ യൂണിയൻ അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു, അറബ് ലീഗ് രംഗത്ത് വന്നു, എല്ലാം അറബ് മുസ്ലിം രാജ്യങ്ങൾ രംഗത്ത് വന്നു. വലിയൊരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. വിതിൻ സൊമാലി ലാൻഡ് തന്നെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ഇപ്പുറത്ത് യമനിൽ സദേൺ ട്രാൻസിഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു വിഭാഗം സദേൺ യമൻ വിഘടിച്ച് വേറെ രാജ്യമാക്കാൻ പോകുന്നു. ഈ സദേൺ യമൻ എന്ന് പറയുന്ന ഏരിയ, സൊമാലി ലാൻഡ് എന്ന് പറയുന്ന ഏരിയ, ഇത് രണ്ടും ഈ ബാബുൽ മന്ദിബ് എന്ന് പറയുന്ന ചെങ്കടലിലെ ചെറിയ ഇടനാഴിയുടെ അക്കരയും ഇക്കരയുമായി കിടക്കുന്ന 2 സ്ഥലങ്ങളാണ്. ഈ 2 സ്ഥലങ്ങളിലും ഇസ്രായേലിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് പോയിൻ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു പ്ലാനാണ് ഇസ്രായേൽ കൊണ്ടുനടക്കുന്നത്. പക്ഷേ അതിൻ്റെ അതിൻ്റെ പൊളിറ്റിക്കൽ ഫാളൗട്ട് നമ്മൾ ഇതുവരെ വിചാരിക്കാത്ത തരത്തിലുള്ള പൊളിറ്റിക്കൽ ഫാളൗട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഗൾഫ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് UAE-ക്കെതിരെ സൗദി പരസ്യമായി രംഗത്ത് വരുന്നു. ഇതൊന്നും നമുക്ക് ഗൾഫിൻ്റെ ഒരു രാഷ്ട്രീയ ഘടനയിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ പല സ്വഭാവത്തിലുള്ള പൊളിറ്റിക്കൽ ഫാളൗട്ട്, സ്പൈറലിംഗ് എഫക്റ്റുകൾ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ 2023 ഒക്ടോബർ 8 മൈ ബോയ്സ് ഗോ സ്മാഷ് ഫിനിഷ് എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു ഏർപ്പാട് നമ്മൾ വിചാരിക്കാത്ത പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രകമ്പനങ്ങളായി ലോകത്ത് മാറിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും അത് ചലിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്.